ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. സേതുമാധവൻ അർച്ചനയും സച്ചിയെ മുറിയിലേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ വിവാഹത്തിനേക്കാൾ ആർഭാടമായി തന്നെ സന്ദീപിൻ്റെയും അനഘയുടെ വിവാഹം നമുക്ക് നടത്തണം. അവർക്ക് അച്ഛനും അമ്മയും ഇല്ലാത്തതിൻ്റെ ഒരു കുറവും നമ്മൾ ഉണ്ടാക്കാൻ പാടില്ല. എൻ്റെ നന്ദൻ ഉണ്ടായിരുന്നെങ്കിൽ നല്ല സന്തോഷമായി എല്ലാം മുന്നിൽ തന്നെ നിന്ന് ചെയ്തേനെ. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പിന്നെ സന്ദീപിൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് വേണം സ്നേഹയുടെയും നോക്കാൻ. അവക്ക് പറ്റിയൊരു ചെറുക്കനെയും കണ്ടെത്തണം. ആദ്യം അവളുടെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കണം. ഇത് കേൾക്കുന്ന സച്ചി ദേഷ്യത്തോടെ ചോദിക്കുകയാണ്, എന്നിട്ടച്ഛൻ സന്ദീപിനോട് ഇങ്ങനെ ചോദിക്കുന്നത് ഞാൻ കേട്ടില്ലല്ലോ. എടാ, ഞാൻ അവനോട് ചോദിച്ചിരുന്നു. അവൻ ജർമ്മനി പോയി മടങ്ങി വന്നപ്പോൾ ഞാൻ ചോദിച്ചതാ. അപ്പോൾ അവൻ പറഞ്ഞു ആരുമില്ലെന്ന്. പിന്നെ നിന്റെ കല്യാണ സമയത്ത് ഏതോ ഒരു പെൺകുട്ടിയുമായി അടുപ്പമുണ്ടെന്ന് പറഞ്ഞിരുന്നു. പിന്നെ അവൻ തന്നെ പറഞ്ഞു അതൊന്നുമില്ലെന്ന്. നിങ്ങളുടെ അച്ഛനെ നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരാൾ തന്നെയാണെന്നും പറഞ്ഞുകൊണ്ട് കുറച്ച് കല്യാണ കത്തുകൾ എടുത്ത് അവരുടെ കയ്യിൽ കൊടുക്കുകയാണ് സേതുമാധവൻ. നിങ്ങൾക്ക് ആരെങ്കിലും വിളിക്കാനുണ്ടെങ്കിൽ വിളിക്കാം. പിന്നെ ആദ്യത്തെ ക്ഷണക്കത്ത് ഞാൻ കൊടുത്തത് വൃന്ദാവനത്തിലായിരുന്നു. ദയാനന്ദ മാഷിന ആദ്യം കൊണ്ട് കൊടുത്തത്. ഇത് കേൾക്കുന്ന സച്ചിയും അർച്ചനയും ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ്. ഇത് തന്നെ പറ്റിയ അവസരം എന്ന് പറഞ്ഞുകൊണ്ട് സന്ദീപിൻ്റെയും ആതിരയുടെയും കാര്യം പറയാനായി സച്ചി ഒരുങ്ങുകയാണ്. തുടർന്ന് അർച്ചന പറയണ്ടെന്ന് പറഞ്ഞ് സച്ചിയെ തടഞ്ഞുകൊണ്ട് അവിടെ നിന്ന് വിളിച്ചുകൊണ്ടു പോകുന്നു. പിന്നീട് കാണിക്കുന്നത് മുറിയിലേക്ക് ചെല്ലുന്ന സച്ചി അർച്ചനയോട് ദേഷ്യപ്പെടുകയാണ്. ഇപ്പോൾ തന്നെ ഞാൻ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞേനെ എന്ന് സച്ചി പറയുമ്പോൾ അർച്ചന പറയുകയാണ്, ഇപ്പോൾ സച്ചിയേട്ടൻ അങ്ങനെ പറഞ്ഞാൽ അച്ഛൻ നേരെ ചെന്ന് സന്ദീപിനോട് ചോദിക്കും. എന്താണെങ്കിലും സന്ദീപ് അങ്ങനെയൊന്നും ഇല്ലെന്നേ പറയൂ. പിന്നെ നമ്മളായിട്ട് എന്തിനാ എല്ലാവരുടെ മുമ്പിൽ നാണം കിടുന്നത്? സന്ദീപിനെ ഇതിൽ നിന്നുമൊക്കെ പിന്തിരിപ്പിക്കുന്ന എന്തോ ഒരു കാര്യം ഉണ്ടായിട്ടുണ്ട്. ആദ്യം നമ്മളത് കണ്ടെത്തുകയാ ചെയ്യേണ്ടത്. ഒരു 2 മിനിറ്റ് അവനോട് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഇപ്പൊ തന്നെ ഞാൻ പോയി ചോദിച്ചിട്ട് വരാമെന്ന് സച്ചി പറയുമ്പോൾ അതൊന്നും വേണ്ടെന്നും അവന്റെ വാശി കൂടത്തേ ഉള്ളെന്നും പറഞ്ഞ് അർച്ചന സച്ചിയെ തടഞ്ഞു വെക്കുന്നു. സച്ചിയേട്ടൻ സമാധാനമായിട്ടിരിക്കുക. എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. ഞാൻ നോക്കട്ടെ എന്തെങ്കിലും വഴിയുണ്ടോ എന്നൊക്കെ അർച്ചന പറയുന്നു. പിന്നീട് കാണിക്കുന്നത് വൃന്ദാവനമാണ്. സന്ദീപ് തന്റെ കഴുത്തിൽ കെട്ടിയ താലിമാല കയ്യിൽ പിടിച്ച് നടന്ന കാര്യങ്ങളെല്ലാം വിഷമത്തോടെ ഓർക്കുകയാണ് ആതിര. അതേസമയം ആവണി അങ്ങോട്ടേക്ക് വരികയാണ്. സന്ദീപ് അങ്കിളും ആന്റിയും തമ്മിൽ പിണക്കത്തിലാണല്ലേ? എന്താ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം? അങ്കിൾ ഇവിടെ വന്നിട്ടും ആന്റിയോട് മിണ്ടിയില്ലല്ലോ. സന്ദീപ് അങ്കിള് അനഘ ആന്റിയെ കല്യാണം കഴിക്കാൻ പോവുകയാണോ? അവർ തമ്മിൽ ഒട്ടും മാച്ചില്ല. ആന്റിയും അങ്കിളും തന്നെയാ മാച്ചെന്നും ആവണി പറയുന്നു. പിന്നെ ആന്റി അന്ന് നിങ്ങളുടെ കല്യാണം കഴിഞ്ഞെന്ന് എന്നോട് കള്ളം പറഞ്ഞതായിരുന്നല്ലേ? ഞാനെന്താണെങ്കിലും ആരോടും പറഞ്ഞിട്ടില്ലെന്ന് പറയുമ്പോൾ ആവണിയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുകയാണ് ആതിര. പിന്നീട് കാണിക്കുന്നത് മാഷിനെയും കമലയുമാണ്. മീര അനൂപിനോടും അവരോടുമായിട്ട് സന്ദീപിന്റെ കാര്യം പറയുകയാണ്. അവന് അവരെല്ലാവരും ചേർന്ന് എന്തോ കൈവിഷം കൊടുത്തിട്ടുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. എന്റെ മീരെ, അങ്ങനെയൊന്നും ആയിരിക്കില്ല. എന്താണെങ്കിലും ആ വിവാഹം ഒന്ന് പെട്ടെന്ന് നടന്നാൽ മതിയായിരുന്നെന്ന് മാഷ് പറയുമ്പോൾ അനൂപ് പറയുകയാണ്, ഇനി ഈ കാര്യം പറഞ്ഞ് ആരും ആതിരയെ വേദനിപ്പിക്കാൻ നിൽക്കണ്ട. നാളെ രാവിലെ നിങ്ങളുടെ അളിയനും പെങ്ങളും കൂടി ഈ വിവാഹം മുടക്കണമെന്ന് പറഞ്ഞു വരും. അപ്പോഴും നിങ്ങൾ ഇത് തന്നെ പറയണമെന്ന് മീര പറയുമ്പോൾ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാമെന്ന് അനൂപ് പറയുന്നു. പിന്നെ നാളെ ചെല്ലുമ്പോൾ മോനെ എന്തെങ്കിലും മേടിച്ചോണ്ട് ചെല്ലണ്ടേ? എൻ്റെ പെൻഷൻ വരാനൊന്നും സമയമായിട്ടില്ലെന്ന് മാഷ് പറയുമ്പോൾ അനൂപ് പറയുകയാണ്, ചിട്ടി പിടിച്ച കുറച്ച് പൈസ എൻ്റെ കയ്യിലുണ്ട്. ആവണിമോൾക്ക് എന്തെങ്കിലും ആഭരണം വാങ്ങാമെന്നാ കരുതിയത്. ഇനി കുഴപ്പമില്ല, അതെടുത്ത് നമുക്ക് എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് പോകാം. ഇത് കേൾക്കുന്ന മീര ദേഷ്യത്തോടെ പറയുകയാണ്, അല്ലെങ്കിലും കയ്യിൽ അല്പം പണം വന്നാൽ ഒന്നെങ്കിൽ ആശുപത്രി, അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ചിലവ്. പിന്നെ മറ്റൊരു കാര്യം കൂടി, ഒരു വലിയ ചിലവ് വരാൻ പോകുന്നുണ്ട്. ഇത് കേൾക്കുന്ന എല്ലാവരും മീരയെ നോക്കുമ്പോൾ മീര പറയുകയാണ്, ടൂറിന് പോയ സമയത്തെ ഞാൻ അർച്ചനയോട് ഒരു കുഞ്ഞിനെ പറ്റിയൊക്കെ ആലോചിക്കുന്നില്ലേന്ന് ചോദിച്ചിരുന്നു. അവളുടെ മട്ടും പാവമൊക്കെ കണ്ടിട്ട് ഉടൻ തന്നെ ഉണ്ടാകുമെന്നാ തോന്നുന്നത്. പിന്നെ 7-ാം മാസം വിളിച്ചുകൊണ്ട് വരലും ചടങ്ങും അങ്ങനെ എല്ലാത്തിനും കൂടി കുറെ കാശ് വേണ്ടി വരും. ഇത് കേൾക്കുന്ന മാഷും കമലയും ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ്. മീരെ, അതൊക്കെ ആ സമയത്തല്ലേ, നമുക്ക് അപ്പോൾ ആലോചിക്കാം. പിന്നീട് കാണിക്കുന്നത് അനൂപ് ആതിരയുടെ മുറിയിലേക്ക് ചെല്ലുന്നതാണ്. അതേസമയം ആതിരയും ആവണിയും ഉറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. മോള് ഈ ഏട്ടനോട് ക്ഷമിക്കണം. മോളുടെ മനസ്സിൽ എന്താണെന്ന് ഈ ഏട്ടന് നന്നായിട്ട് അറിയാം. സന്ദീപ് അല്ലാതെ മറ്റൊരാളെയാണ് നിനക്കിഷ്ടമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഏത് വിധേനയും ഏട്ടൻ ആ വിവാഹം നടത്തി തന്നേനെ. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. സന്ദീപിന്റെ ഫോണിലേക്ക് ആ അജ്ഞാതൻ വിളിച്ചിട്ട് പറയുകയാണ്, സന്ദീപേ, നമ്മൾ തമ്മിലുള്ള കരാറിന് ഇനി 2 ദിവസം മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നിന്റെയും ആ പെങ്കൊച്ചിന്റെയും കല്യാണമാണ്. നിങ്ങൾ ഇത്രമാത്രം എന്നോട് എന്തിനാ ഇങ്ങനെ ക്രൂരത ചെയ്യുന്നതെന്ന്
സന്ദീപ് ചോദിക്കുമ്പോൾ അയാൾ പറയുകയാണ്, നീയല്ല എന്നോട് ക്രൂരത കാണിച്ചത്, നിന്റെ അച്ഛനും നിന്റെ മൂത്ത ജ്യേഷ്ഠനുമാ. ഒരുമിച്ച് ബിസിനസ് ചെയ്തിട്ടേ കോടികളുടെ കടബാധ്യത എൻ്റെ തലയിൽ കൊണ്ടിട്ടു. അവസാനം ഞാൻ ജയിലിലായിരുന്നു. ജയിലിൽ കിടന്ന ഓരോ നിമിഷവും നിന്റെ അച്ഛനെയും ചേട്ടനെയും പറ്റി മാത്രമാ ഞാൻ ഓർത്തിരുന്നത്. പക്ഷേ ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ നിന്റെ ഏട്ടൻ അങ്ങ് പോയി. അതേ സ്ഥലത്തേക്ക് ഞാൻ നിന്റെ അച്ഛൻ സേതുമാധവനെയും പറഞ്ഞു വിടുന്നുണ്ട്. അതേസമയം അയാൾ അവന്തികയുടെ ഫോട്ടോ സന്ദീപിന്റെ ഫോണിലേക്ക് അയക്കുകയാണ്. നീ പഴയതൊന്നും മറക്കാതിരിക്കാൻ വേണ്ടിയാണെന്നും അയാൾ പറയുമ്പോൾ അവന്തികയുടെ ഫോണിലേക്ക് വിളിച്ച് എത്രയും പെട്ടെന്ന് തന്നെ വീട്ടിലെത്തണമെന്ന് പറയുകയാണ് സന്ദീപ്. തുടർന്ന് അയാൾ വീണ്ടും വിളിച്ച് സന്ദീപിനോട് പറയുകയാണ്, നിന്റെ കല്യാണത്തിന് ഞാനും അവിടെ ഉണ്ടാകും. ഇഷ്ടമില്ലാതെ നീ ആ പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടുന്നത് എനിക്ക് കാണണം. അത് മാത്രമല്ല, നിന്റെ അച്ഛന് എന്നെ കാണുമ്പോഴുള്ള മുഖഭാവമുണ്ടല്ലോ, ആ ഞെട്ടലൊക്കെ എനിക്ക് അടുത്തു നിന്ന് തന്നെ കാണണം. അപ്പോ വിവാഹത്തിന് കാണാമെന്ന് പറഞ്ഞ് അയാള് കോള് കട്ട് ചെയ്യുമ്പോൾ ആകെ തകർന്നിരിക്കുകയാണ് സന്ദീപ്. പിന്നീട് കാണിക്കുന്നത് അവന്തിക അജയനെ കാണുന്നതാണ്. ഞാൻ എല്ലായിടത്തും തിരഞ്ഞു നോക്കി, അയാളെ എവിടെയും കാണാനില്ലെന്ന് അജയൻ പറയുമ്പോൾ അയാളെ എത്രയും പെട്ടെന്ന് കണ്ടെത്തണമെന്നും ഇല്ലെങ്കിൽ അയാൾ എന്നെ കൊല്ലുമെന്നും അവന്തിക പറയുന്നു. അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവൻ കൊലയും മാത്രമാണല്ലേ എന്ന് അജയൻ ചോദിക്കുമ്പോൾ അജയനെ രൂക്ഷമായി നോക്കുകയാണ് അവന്തിക. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.